السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس اتقوا الله عباد الله. ബഹുമാനമുള്ള സ്റ്റേജിൽ ഉള്ളേ ഗണ്യ അതിഥിമാരെ, സദസ്സിലുള്ളതായ ഹിരിയായങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദ ഔത്തുൽ ദച്ചിത്തും ദൂരത്തിൽ നിന്നും കേൾക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരെ, സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് SKSM പറങ്കിപ്പേട്ട ഘടകത്തിൻ്റെ ഭാഗമായിട്ട് ലേന്ദ ഖുർആൻ്റെ 15ാമത്തെ അഭിയാന പ്രചാരാർത്ഥമായിട്ട് നടത്തപ്പെട്ടതായ ഈ പ്രോഗ്രാം അല്ലാഹു സുബ്ഹാനഹു തആല ഇത് സ്വീകരിക്കട്ടെ. നാളെ പരലോകത്തിൽ വലിയ മുതലായിട്ട് ലഭിക്കുന്നതായ പ്രതിഫലത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ റായത്തിരെ ചുറ്റിലും മുത്തുലിന്ന ആൾമാർക്ക് ഹിദായത്തിരെ വെളിച്ചമുള്ളതായ ഒരു മാർഗമായിട്ട് ഈ പ്രോഗ്രാമിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതുക്ക് വേനായിട്ട് പരിശ്രമിച്ചതായ, ഇതുക്ക് വേനായിട്ട് സഹായിച്ചതായ, സഹകരിച്ചതായ എല്ലാ ആൾമാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം കൊടുത്തു അനുഗ്രഹിക്കട്ടെ. പ്രാസ്താവിക ഭാഷണത്തിൽ ചെന്നതുപോലെ
ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം ആരെയും ദൂറുക, ആരെയും കീഴായിച്ച് കാണുക, ആരെയും തമാശാക്കുക, ആരമാ കുടുംബ വിഷയം എടുക്കുക, ആരതാ ബാണ്യത്തിലെ വിഷയ ചർച്ചയാക്കുക ഒന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുവേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാമിലെ നൈജമായിട്ടുള്ളതായ സന്ദേശം എന്തയച്ചിക്കറ് ഹക്കായ നിലക്ക് എന്തും ഞങ്ങളും പകല് ഒരക്ഷര കൂട്ടാമാറ് കുറക്കാമാറ് അല്ലാഹുരെ ദീനിരെ സന്ദേശത്തിരോ വിശുദ്ധമായ ഖുർആനിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതായ സ്വഹീഹായിട്ടുള്ളതായ ഹദീസ് കൊണ്ടും ഇസ്ലാമിലെ ചരിത്രത്തിൽ നിന്നും ആൾമാർക്ക് ഇസ്ലാമിലെ നൈജമായിട്ടുള്ളതായ ഹക്കായിട്ടുള്ളതായ സന്ദേശത്തിലെ എത്തുപാട്ടാണ് ചെല്ലുന്നതായ വലിയ ഒരു ചുമതല മാത്രമായി ചിക്കർ. ഹക്കായത് സത്യചിന്ത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടെങ്കിൽ സ്വീകരിക്ക, അല്ലെണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ള. ആരെയും നിർബന്ധമില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ചിക്കർ. ദീനുൽ ഇസ്ലാം അല്ലാത്തതായ ഏത് മതചന്ത അറിയപ്പെട്ടിട്ടെങ്കിലും അത് മനുഷ്യനിർമ്മിതമായി ചിക്കർ. അല്ലാഹുവിന്റെ പക്കൽ സ്വീകാര്യമായത് ദീനുൽ ഇസ്ലാം മാത്രമായി ചിക്കർ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ പക്കൽ സ്വീകാര്യമായിട്ടുള്ളത്, അല്ലാഹു സ്വീകരിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമായി ചിക്കർ. ദീനുൽ ഇസ്ലാം ഒരു അഹ്കാമുകൾ, ഹുക്കുമുകൾ, അതിലെ കൽപ്പനകൾ, അതിലെ വിരോധനകൾ അല്ലാഹു ഉണ്ടാക്കിയത് ചിക്കർ. ഏതെങ്കിലും ഒരു മൊയ്ലാറ, ഏതെങ്കിലും ഒരു കാലിയ, ഏതെങ്കിലും ഒരു വലിയ, ഏതെങ്കിലും ഒരു ഇമാമ, ഏതെങ്കിലും ഒരു നബിയ ഒന്നുമല്ല ഉണ്ടാക്കിയത്. സർവശക്തനായ ജഗന്നിയന്താവായ മാലിക്കുൽ മുലൂക്കായ പടച്ച റബ്ബായി ചിക്കറ്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആൻ 3-ാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാൻ, ആലി ഇമ്രാനിലെ 85 പിന്നുള്ള ആയത്ത് നിങ്ങൾ നോക്കൂ. എന്താ ചിക്കർ അല്ലാഹു തആല ചൊല്ലുന്നത്? ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ومن يبتغي غير الإسلام دينا ورت الدين അല്ലാത്തത്, ഇസ്ലാം അല്ലാത്തത് വർത്ത തേടിയണ്ടായെങ്കിൽ, സ്വീകരിച്ചിട്ടായെങ്കിൽ അതാറ് വേണമെങ്കിലാവട്ടെ, എത്ര വലിയവണ് വേണമെങ്കിലാവട്ടെ, ഏത് കാലിയാറ് വേണമെങ്കിലാവട്ടെ, എത്ര ഉയർന്ന ആള് വേണമെങ്കിലാവട്ടെ, ദീനില് ദീനല്ലാത്തതായ ഒന്നര വർത്ത സ്വീകരിച്ചിട്ടായെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹു അവനിൽ നിന്ന് അത് അക്സെപ്റ്റ് ആക്കില്ല, സ്വീകരിക്കില്ല.
മാത്രല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മരണാനന്തരമുള്ളതായ ശാശ്വതമായിട്ടുള്ളതായ പരലോകത്തിൽ അവനു നഷ്ടത്തിലായിച്ചിക്കറ. പരലോക ചെല്ലുന്നത് ശാശ്വതമായിട്ടുള്ളതായ ജീവിത എത്തിക്കർ. ഒന്ന് ചിന്തിക്കൊരുണിങ്ങ, ഈ ദുനിയാവ് ചെല്ലുന്നതായ ലോകത്തിൽ നിന്ന് ഏത് സമയത്തിലും ഏത് സെക്കൻഡിലും ഏത് ജാഗലും അല്ലാഹു റബ്ബിലേക്ക് ഉത്തര കൊടുത്തു എന്നെന്നും നശിക്കാത്തതായ പാരത്രികമായിട്ടുള്ളതായ ലോകത്തേക്ക് ഞങ്ങൾ യാത്ര തിരിക്കാനായ ആൾമാരായിത്തിക്കറ. ഇതാറ് കൈത്തിക്കറി പിടിയില്ലാത്തത്? അല്ലാഹുവേ ഇല്ല ചെല്ലുന്നതായ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ അങ്ങ് പോലും സമ്മതിച്ചതായ പരമസത്യല്ലേ മൗത്തു ചെല്ലുന്നത്. ഏത് സമയത്തും എപ്പവും മൗത്തുകു ബാല്യത്തിനകത്തില്ല. ബാല്യത്തുക്കും യൗവനത്തുക്കും മൗത്തുക്കും യാതൊരു സംബന്ധമില്ല. രോഗത്തുക്കും ആരോഗ്യത്തുക്കും മൗത്തുക്കും യാതൊരു സംബന്ധമില്ല. വാർദ്ധക്യത്തുക്കും മൗത്തുക്കും യാതൊരു സംബന്ധമില്ല. മൗത്തു ചെല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഈ ഭൂമി ലോകത്തില് അല്ലാഹു എത്രത്തോളം തിക്ർ അജൽ നിശ്ചയിച്ചത്, ആയുസ് നിശ്ചയിച്ചത്, അത്ര മാത്രമായി തിക്ർ അവനക്ക് ജീവിക്കുക സാധ്യ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് വാക്യൽ അല്ലാഹു തആല ചെന്നത് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങളെ ഇടയില് മരണത്തിരെ മൗത്തിരെ ഞങ്ങൾ ഡിക്ലെയർ ആക്കിട്ടായി. അല്ലാഹുരെ പക്കൽ ഡിക്ലെയർ ആയിര്. ഈ പ്രസംഗിക്കുന്നതായ സ്പീച്ചാക്കുന്നതായ നിന്റെ മരണ എവിടെ എത്തിക്കറ്? നിന്റെ രായത്തില, വാഹനത്തില, ഏത് ജാഗല് ചെന്ന് അല്ലാഹു ഡിക്ലെയർ ആക്കിറ. ഇത് കേൾക്കുന്നതായ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ മരണവും അതേപോലെ എത്തിക്കറ അല്ലാഹു ഡിക്ലെയർ ആക്കിറ. വമാ നഹ്നു ബിമസ്ബൂഖീൻ. അതിരെ മുന്നോളിട്ടതായ വിഷയില്ല ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുക. ആ മരണാനന്തര ഉള്ളതായ പാരത്രികമായിട്ടുള്ളതായ ലോകത്തില് ഇസ്ലാം അല്ലാത്തതിരെ ദീനായിട്ട് ഓർത്ത സ്വീകരിച്ചിട്ടെങ്കില്, അവന്റെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടെങ്കില്, അവന്റെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടെങ്കില്, അവന്റെ കർമ്മത്തിൽ കൊണ്ടുവന്നിട്ടെങ്കില്, അവന്റെ സ്വഭാവത്തിൽ കൊണ്ടുവന്നിട്ടെങ്കില്, അവന്റെ കുടുംബ ബന്ധത്തിൽ കൊണ്ടുവന്നിട്ടെങ്കില്, അവന്റെ വൈവാഹിക ജീവനത്തിൽ കൊണ്ടുവന്നിട്ടെങ്കില്, അവന്റെ ജീവിതത്തിലെ ഏത് ഭാഗത്തിൽ കൊണ്ടുവന്നിട്ടെങ്കിലും അല്ലാഹു വ്യക്തമാക്കുക, അത് സ്വീകരിക്കില്ലെന്നിട്ട് മാത്രല്ല പരലോകത്തില് നഷ്ടത്തിലെത്തിക്കുക. അവിടെ തിന്തില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതിരെ പിന്നെ നോക്കൊരു ചെല്ലുന്നത്. അതിരെ പിന്നെ ഉള്ള ആയത്ത് 86-ാമത്തെ ആയത്ത് ആലി ഇമ്രാൻ്റത്. ನಾನು ಓದಿರೋದು ಅಲ್ಲಾಹುರೆ ഖുർആൻ ಐತಿಕ್ರೆ, അല്ലാഹുരെ കലാം ಐತಿಕ್ರೆ, അല്ലാഹുരെ കലാം ಐತಿಕ್ರೆ. ഇതിരെ ഒരിക്കലും മാറ്റി അർത്ഥം വെക്കുക സാധ്യമല്ല. ആരെങ്കിലും മനഃപൂർവമായിട്ട് അല്ലാഹുരെ വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനാക്കിയെങ്കില്, ಅದಕ್ಕೆ മാറ്റി അർത്ഥം വെച്ചെങ്കില് അവന്റെ പരലോക നഷ്ടത്തിലെത്തിക്കറ്. മഹാന്മാരായ ഫുഖഹാക്കന്മാര് റിദ്ദത്തിലെ അധ്യായത്തിൽ പടിപാട്ടാറ്, മനഃപൂർവമായിട്ട് വേണും ചെന്ന് അല്ലാഹുരെ ഖുർആനിനെ അവന് ദുർവ്യാഖ്യാനാക്കിയെങ്കില്
ಅಲ್ಲಾಹುರ ಆಯತ್ತಿರವನು ಕಲವಾಕಿ ಎಂಟಾಯೆಂಗಿಲು അതിരവനു തമാസാക്കി ഉണ്ടായെങ്കില് അവനപ്പമേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവും. അത്ര ഗൗരവമുള്ള വിഷയത്തിക്കര് അള്ളാഹു ചിലരെ നോക്കൊരു കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, ഒരു ഖൗമിനെ അള്ളാഹു എങ്ങനെ എത്തിക്കര് ഹിദായത്തിലാക്കരുത്. കാരണം എന്തേ? കഫറു ബഅദ ഈമാനിഹിം, വിശ്വസിച്ചെന്ന് പിന്നെ അങ്ങ് നിഷേധിയായിരാറ്. വശഹിദു അന്ന റസൂല ഹഖ്ഖുൻ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലായിത്തിക്കര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് ഹഖ്ഖായിത്തിക്കര്, അല്ലാഹുവിന്റെ വഹിയായിത്തിക്കര്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുപാട്ടിയത് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പൂർത്തിയാക്കിയിട്ട് തന്നര്. ಇದಕ್ಕೆಲ್ಲ സാക്ഷിയായിത്തിക്കറ. അതവനുക്ക് പിടിയുണ്ടോ? മുസ്ലിമ എന്ന് പിന്നെ കുഫറിലേക്ക് പോണ്ടെങ്കില്, സത്യത്തിനെ നിഷേധിക്കണ്ടെങ്കില്, ഉദാഹരണമായിട്ട് ചെല്ലണ്ടെങ്കില് ഖുർആനിനെ കാട്ടിയാരെ പ്രാധാന്യ കട്ടുകഥയുള്ളതായ മാല മൗലൂദുക്ക് കൊടുക്കണ്ടെങ്കില്, അള്ളാഹുരെ സ്ഥാനത്തിലോ അള്ളാഹുരെ മഖ്ലൂക്ക് വെച്ച് കൊടുക്കണ്ടെങ്കില്, അള്ളാഹുരെ ഉലൂഹിയത്തിലും അള്ളാഹുരെ റുബൂബിയത്തിലും അള്ളാഹുരെ അസ്മാ സിഫാത്തിലും അള്ളാഹുക്ക് ഭാഗിദാറാക്കണ്ടെങ്കില് ഇതല്ലേ ശിർക്ക്. ഇതല്ലേ ശിർക്കിന്റെ ഡെഫിനിഷൻ, തൈരീഫു. അതായിത്തിക്കർ വിശുദ്ധമായ ഖുർആൻ ചെന്നത്. ഒരു ഖൗമിനെ അല്ലാഹു എങ്ങനെ ഇത്തിക്കർ ഹിദായത്താക്കരുത്? ഞങ്ങളെ റായത്ത ഭാഷയിൽ ചിലരതായ ഒരു പലക്കമുണ്ടോ? എന്താ ഇത്തിക്കറ്? ഉറക്ക് ബണ്ടവനെ ഉറക്കുകയുടു, ഉറക്ക് ബന്നതുപോലെ നടിக்கிறവನು നാಟകാக்கிறവನು അവനെ ഉറക്കുക സാധ്യയില്ല. അതേപോലെ ഇത്തിക്കറ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹഖ്ഖായിത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനുൽ ഇസ്ലാം ഒരു പൂർത്തിയാക്കിയിട്ട് തന്നര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹഖ്ഖായിത്തിക്കറ്. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയിത്തിക്കറ്. ഏത് കാര്യവും തൻ്റെ ഉമ്മത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടാണ്ടിന്നിട്ടില്ല. ഈ വളിച്ചൽ പ്രദേശത്തിലുള്ളതായ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കൊറു. അള്ളാഹു തന്നതായ ബുദ്ധി കൊണ്ട് തൊന്നു ചിന്തിക്കൊറു. ആർക്കെങ്കിലും ചെല്ലൊക്കു സാധ്യമുണ്ടാ? ഞങ്ങളെ നേതാവായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന വിഷയ ഞങ്ങൾക്ക് പഠിപ്പാട്ടാണ്ട് വിട്ടുപോയിരു ചെന്ത് ചെല്ലൊക ആറുകൈത്തിക്കറ് സാധ്യവുള്ളേ? ആർക്കും സാധ്യയില്ലല്ലേ? ഏത് കാലുക്ക് നീന് ഫസ്റ്റ് ചെരിപ്പിടണോ അതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിര്. ഏത് കൈ കൊണ്ടു നീന് തിന്നണോ, ഏത് കാലായിട്ട് വേണു നീന് ടോയ്ലറ്റിക്ക് ബാത്റൂംക്ക് പോകുമ്പോഴത്തേക്ക് ബൈക്കോണായത്, എങ്ങനെ നീന് ജീവിക്കണോ, എങ്ങനെ നീന് തൊഴിലെടുക്കണോ, എങ്ങനെ നീന് ബിസിനസ് ആക്കണോ, എങ്ങനെ നീന് നിന്റെ കുടുംബത്തൊട്ടിക വേണോ, എങ്ങനെ നീന് മനുഷ്യന്മാരൊട്ടിക ഇടപെടണോ, ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കുന്നുണ്ടായെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമമായിട്ടുള്ളതായ മാതൃകയിച്ചിക്കറ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വിശുദ്ധ ഖുർആൻ ചെന്നതായിച്ചിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതായ മാതൃക ഉണ്ടോ? ആർക്ക്? എല്ലാവർക്കും അല്ല. റബിയുള്ളവൽ ബർമ്പത്തുക്ക് മാത്രം കൊടി പിടിக்கிறங்க உள்ளாரு. റബിയുള്ളവൽ ബർമ്പത്തുക്ക് മാത്രം മാർഗത്തിൽ റാലി നടത്തുறங்க உள்ளாரு.
ರಬ್ಬಿಲ್ ಅವಲ್ ಬರುಂಬತ್ತುಕು ಮಾತ್ರ ರೋಡ್ ಬ್ಲಾಕ್ ಆಕರಂಗ ಉಳ್ಳಾರು. റബീഉൽ അവ്വൽ വരുമ്പത്തുക്ക് മാത്രം പിരിസ കാട്ടുന്ന ആൾമാരുള്ളാറ്. ഈ പിരിസത്തുക്കും ഇസ്ലാമുക്കും യാതൊരു സംബന്ധം ഇല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനായി ദിക്ർ ചെല്ലുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും ഖണ്ഡിതമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃക ഉണ്ട്. ആർക്ക്? എല്ലാവർക്കല്ല. ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുരെ ആഗ്രഹിക്കുന്നവനുകോ, അല്ലാഹുരെ പ്രതിഫല ആഗ്രഹിക്കുന്നവനുകോ, വൽ യൗമൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കുന്നവനുകോ, പരലോകത്തിനെ പേടിയുന്നവനുകോ, വദക്കറല്ലാഹ കസീറാ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും അല്ലാഹുരെ സ്മരിക്കുന്നവനുകോ, അല്ലാഹുരെ പേടിക്കുന്നവനുകോ, അല്ലാഹുരെ മേൽ തവക്കുലാക്കുന്നവനുകോ, അല്ലാഹുരെ ധാരാളമായിട്ട് സ്മരിക്കുന്നതായ നനപ്പാക്കുന്നതായ ആൾമാർ, പരലോകത്തിൽ വിശ്വാസം ഇന്നതായ ആൾമാർ, അല്ലാഹുരെ പ്രതിഫല ആഗ്രഹിക്കുന്നതായ ആൾമാർ ഇൻകൈത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമല് ഉത്തമമായിട്ടുള്ളതായ മാതൃക. അതായിത്തിക്കറ് ഖുർആൻ ചെന്നത് അല്ലാഹു എങ്ങനെ ഇത്തിക്കറ് ഹിദായത്ത് വിശ്വസിച്ചെന്ന് പിന്നെ പൗരോഹിത്യത്തുക്കും അന്ധവിശ്വാസത്തില് അനാചാരത്തില് അതിഅക്രമത്തില് മുങ്ങിക്കുളിക്കരുത്. വിശുദ്ധമായ ഖുർആനിലെ സന്ദേശ എത്തുപാട്ടുമത്തുകൂ, ഖുർആൻ ഓദിച്ച് അർത്ഥം വെക്കുമത്തുകൂ, അതിനെ വിവരണാക്കുമത്തുകൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിലോ എത്തുപാട്ടതായ സന്ദർഭത്തില് അത് നൂതനവാദ ചൊല്ലുകയിട്ട്, അത് സലഫിറങ്ങ പുതിയതായിട്ട് ഉണ്ടാക്കിയതുണ്ട് ചൊല്ലുകയിട്ട്, അതിനെ പരിഹാസാക്കുകയിട്ട്, ഡോങ്കിയാക്കുകയിട്ട്, സാമൂഹികമായി തങ്ങളെ ബഹിഷ്കരിക്കൊണ്ട് ചെന്ന് ചൊല്ലുകയിട്ട്. ചിന്തിക്കറു നിങ്ങ പിന്നെ എങ്ങനെ ഹിദായത്ത് കിട്ടത്? ഹക്ക് പിടിയുണ്ടു. റസൂല് കൊണ്ടുവന്നത് ഹക്കൈത്തിക്കറ്, ജീനൈത്തിക്കറത്. ആ റസൂലിനെ കണ്ടിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈഅത്താക്കിയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചതായ ആയിരക്കണക്കിനുള്ളതായ സ്വഹാബിമാർ അങ്ങ് പ്രചരിപ്പിച്ചതും അങ്ങ് പ്രവർത്തിച്ചതും ഹഖൈതിക്റ്. എന്നിട്ടും അതിനെ നിഷേധിക്കണ്ടായെങ്കിൽ അല്ലാഹു വ്യക്തമായിട്ട് ചെല്ലുന്നത് നിങ്ങൾ നോക്കൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഒരിക്കലും അക്രമികളായിട്ടുള്ളതായ ആൾമാരെ അല്ലാഹു ഹിദായത്താക്കില്ല. ഈ ആയത്തിലെ തഫ്സീർ ഞങ്ങൾ നോക്കിയിട്ടായെങ്കിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കാറ് അക്രമത്തിൽ വെച്ചിട്ട് വലിയ അക്രമ ഏതായിത്തിക്കറ് കള്ള് കുടിക്കുന്നതിനെ കാട്ടി, വ്യഭിചാരത്തിനെ കാട്ടി, വട്ടി എടുക്കുന്നതും കൊടുക്കുന്നതിനെ കാട്ടി ഏറ്റവും വലുതായ അക്രമം എന്തായിത്തിക്കറ്? ഏറ്റവും വലുതായ ദുൽമ എന്തായിത്തിക്കറ്? ശിർക്കല്ലേ. ഖുർആനെ അത് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു ചെന്നില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അളീം. തീർച്ചയായിട്ടും ശിർക്ക് ചെല്ലുന്നത് അത് ഏറ്റവും വലുതായ അക്രമമായി തിക്കറ്, ഏറ്റവും വലുതായ ദുൽമായി തിക്കറ്. ശിർക്കിനെ കാട്ടി വലുതായ ദുൽമില്ല. അതായത് അല്ലാഹു ചെല്ലുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആൾമാരെ അല്ലാഹു ഒരിക്കലും ഹിദായത്തിലാക്കല. അവനുക്ക് നന്നാവണോ, ഹക്ക് മനസ്സിലാക്കണോ, ചെല്ലുന്നത് കേൾക്കണോ. നന്റെ ഖബർക്ക് നാണേ പോണ്ടേ, നന്റെ ഖബറിൽ നാണേ കിടക്കരേ,
നിന്റെ ഉസ്താദ് പണ്ടില്ല, ഖതീബ് പണ്ടില്ല, കാളിയാറ് പണ്ടില്ല, തങ്ങ പണ്ടില്ല, നിന്റെ സാത്ത് നിന്നതായ ചങ്ങായിമാർ പണ്ടില്ല, നിന്റെ ഒട്ടിಗೆ കള്ളപ്രചരണ നടത്തിയതായ നിന്റെ കൂട്ടുകാർ പണ്ടില്ല. നിന്റെ ഖബറിൽ നിന്നാണ് ഒറ്റ കൈത്തിക്കറ് നിന്റെ ഒട്ടിಗೆ ഐത്തിക്കറ് ചോദ്യം ഉള്ളത്. പരലോകത്തിൽ ഒരാളെ റെക്കമെൻഡും അല്ലാഹു സ്വീകരിക്കില്ല. നിന്റെ ഒട്ടിಗೆ വിശ്വാസം ഇന്നുണ്ടെങ്കിൽ, നിന്റെ ഒട്ടിಗೆ അമലു സ്വാലിഹാത്ത് ഇന്നുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാ. ഇത്ര ചിന്തിച്ചെങ്കിലും അയ്യോ, ഇത്ര ചിന്തിച്ചെങ്കിലും അയ്യോ, ഇണ്ട് തോളും ഏതെങ്കിലും ഒരു മൊയിലാർ, ഏതെങ്കിലും ഒരു തങ്ങ ഇണ്ട് തോളും ചെല്ലതായിച്ച് നിങ്ങൾ കേട്ടാറാ? അവണു മരിക്കുന്നതുക്ക് നാണ് മരിച്ചു തിന്നുണ്ടെങ്കിൽ എത്ര നല്ല കാത്ത്, അവണു കബറിൽ കിടക്കുന്നതുക്ക് നാണ് കബറിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എത്ര നല്ല കാത്ത്. അവൻ്റെ ഒട്ടിക്ക് മലക്ക് ചോദ്യാകൃതായ സന്ദർഭത്തില് നാണ് ഉത്തര കൊടുക്കാത്ത ചെന്ത ആരെങ്കിലും ചെന്നറാറാ? ഇപ്പൊ ചൊല്ലുക തുടങ്ങിയാറ്. നിങ്ങ എന്ത് പേടിക്കണ്ട. ഔലിയാക്കന്മാരെ നിങ്ങ കെട്ടിപ്പിടിച്ചിട്ടെങ്കില്, അങ്ങനെ മേലിൽ നിങ്ങ വിശ്വാസം ഇട്ടെങ്കില്, അങ്ങനെ നിങ്ങ വിളിച്ചിട്ട് തേടിയെങ്കില്, നിങ്ങളെ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ അങ്ങ് സഹായിക്കാറ്. മാത്രല്ല മരിച്ചെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളെ കുടുംബത്തെ ആൾമാർ വന്നു നിങ്ങളെ മയ്യച്ചിരെ കുളിപ്പാട്ടിത്ത് കഫനാക്കിയിട്ട് നിസ്കരിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഖബറിൽ കിടത്തിയെങ്കിലും മതി. അങ്ക് മലായിക്കത്തിരെ ഓരോരോ ചോദ്യത്തും ഉത്തര ചെല്ലുറാറ്. അതുപോലും ഈ പാവപ്പെട്ട ആൾമാരെ വിശ്വാസത്തിലെയും കർമ്മങ്ങളെയും ചൂഷനാക്കുകയായിട്ട് ഈ പൗരോഹിത്യത്തിൽ മുങ്ങിക്കുളിച്ചതായ ആൾമാർ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലാഹു ഞങ്ങൾക്ക് ബുദ്ധി തന്ന നല്ലതും ചീത്തയും വേർതിരിച്ചു മനസ്സിലാക്കുക അല്ലാഹു ഞങ്ങൾക്ക് ബുദ്ധി തന്നത്. ആ ബുദ്ധിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ തീരാ നഷ്ടത്തിലെത്തിക്കണങ്ങ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായിട്ട് അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ എച്ചരിക്ക തന്ന. തുടർന്ന് നോക്കർ അല്ലാഹു തആല ചെല്ലുന്നത് ഉലൈക ജസാഉഹും, അങ്ങനത്തെ ആൾമാർക്കുള്ളതായ പ്രതിഫലം എന്തായിത്തിക്കറ്? അൻകുള്ളതായ പ്രതിഫലം എന്തായിത്തിക്കറ്? അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹുരെ ലഅനത്തൈത്തിക്കറ് അൻക്ക്, അല്ലാഹുരെ മലായികത്തിരെ ലഅനത്തൈത്തിക്കറ്. ലോകത്തുള്ളതായ വിശ്വാസികളായിട്ടുള്ളതായ മുഅ്മിനീങ്ങളായിട്ടുള്ളതായ മുവഹിദീങ്ങളായിട്ടുള്ളതായ മനുഷ്യന്മാരെ ലഅനത്തൈത്തിക്കറ്. അതും തീന്തില്ല ഖാലിദീന ഫീഹാ. അങ്ങ് നരകത്തിൽ എത്തിയിട്ടെങ്കിൽ ആ നരകത്തിൽ അങ്ങ് കടക്കുറാറ്, ആ നരകത്തിൽ അങ്ങ് ശാശ്വതമായി തിക്കറാറ്. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. ഒരിക്കലും അങ്ങ് അദാബിൽ നിന്ന് ഇളവില്ല, അദാബിൽ നിന്ന് അങ്ങ് ഇളവില്ല, കുറവില്ല. വലാഹും യുൻളറൂൻ. അങ്ങ് യാതൊരു കാലാവകാശ ഇല്ല. അല്ലാഹുരെ പരലോകമായി തിക്കറ്, അല്ലാഹുരെ നരകമായി തിക്കറ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ. നരകത്തിലെ വിഷയ ചെൽറോട്, നരകത്തിലെ ശിക്ഷര വിഷയ ചെൽറോട്, അദാബിര ചെൽറോട് ഉഇദ്ദത് ലിൽ കാഫിരീൻ. അത് സത്യനിഷേധികളായിട്ടുള്ളതായ ആൾമാർക്ക് വേണായിട്ട് അല്ലാഹു വാഗ്ദാനാക്കപ്പെട്ടതായിത്തിക്കറ്. അല്ലാഹുരെ വാഗ്ദാന ഹഖായിത്തിക്കറ്. അതേപോലെ സ്വർഗത്തിലെ വിഷയിച്ചെന്നവിടെ
ഖുർആനിൽ നമുക്ക് കാണ്ട് ഒന്നര കാട്ടിയാരെ ജാഗൽ നമുക്ക് കാണ്ട് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങളായിട്ടുള്ളതായ അല്ലാഹുരെ പേടിച്ചിട്ട് തഖ്വൽ ജീവിച്ചിട്ട് മരിച്ചതായ മുത്തഖീങ്ങുള്ളതായിട്ട് സ്വർഗ. അതുകൊണ്ട് ഈ വൽച്ചൽ ദോട്ട ചെല്ലുന്നതായ ഈ ജാഗൽ ഇതിരെ പരിസരത്തിലുള്ളതായ ನನ್ನ ಶಬ್ದ കേൾക്കുന്നതായ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കൂ, ഇതെന്ത് കഴിച്ചിക്കറ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്? എന്ത് കഴിച്ചിക്കറ് ഈ ഹക്കായ വിഷയത്തില് അല്ലാഹുവിന്റെ ദീനിനെ ഹക്കായ നിലക്ക് ചെല്ലുന്നത് ഞങ്ങളെ ബാധ്യത. നരകത്തിക്ക് പോകുത്തീറ. നരകത്തിൽ ഒരാളും നരകത്തിൽ നിന്ന് ബച്ചവാക്കുകയില്ല. അതുകൊണ്ട് ഇനിയും ഒരു അവസരമായി തിക്കരെ ഞങ്ങൾ ചിന്തിക്കൊണായത് മുഅ്മിനരെ സംബന്ധിച്ചോളം ഞങ്ങൾ എപ്പോഴും ചിന്തിക്കൊണായിട്ടുള്ളത് ബിയേരിക്കൊണായിട്ടുള്ളത് ഇണ്ടത്തെ ഒരു നാള് നക്ക് ജീവിക്കുക കിട്ടിയെങ്കിൽ അള്ളാഹു നക്ക് തന്നതായ ഓഫർ അയച്ചിക്കര്, നന്റെ ഭാഗ്യമായി തിക്കര്, അള്ളാഹു നക്ക് തന്നതായ സന്ദർഭമായി തിക്കര്. ഒരു സമയനാണ് മരിച്ചെങ്കിൽ ഇന്നലെ എത്ര ആള് മരണപ്പെട്ടു പോയാർ, മുഞ്ഞാന്ന് എത്ര ആള് മരണപ്പെട്ടു പോയാർ. പെട്ടെന്നുള്ളതായ മരണ വാർത്ത ഞങ്ങൾ എത്ര കേട്ട. അപ്പൊ അതുകൊണ്ടു ഈ ഒരു അവസരത്തില് ദുരുപയോഗപ്പെടുത്തിരണ്ട ചാൻസ് ഐത്തിക്കറ്. അല്ലാഹു ചെന്ന ഇല്ലല്ലദീന താബൂ മിൻ ബഅദിഹി, ഇല്ലല്ലദീന താബൂ തൗബാക്കിയതായ ആൾമാർ വിട്ടുതു, പശ്ചാത്താപാക്കിയതായ ആൾമാർ മുട്ടുത്തു, അല്ലാഹുക്ക് മടങ്ങിയതായ ആൾമാർ വിട്ടുത്തു. മിൻ ബഅദി ദാലിക, അതിരെ പിന്നെ അങ്ങ് സത്യനിഷേധത്തിക്ക് പോയിട്ടും ഒരു സന്ദർഭത്തിൽ അങ്ങ് ഹക്ക് മനസ്സിലായിട്ട് സത്യം മനസ്സിലായിട്ട് അങ്ങ് ഖുർആനുക്കും സുന്നത്തുക്കും അങ്ങ് മടങ്ങിയാറ്. അല്ലാഹുരൊട്ടിಗೆ തൗബാക്കി ഉണ്ടായെങ്കിൽ പടച്ച റബ്ബു എത്ര കരുണ ഉള്ളവനായി ചിക്കറ. അല്ലാഹു ചെന്നത് നോക്കറു, ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക, വിശ്വസിച്ചെന്ന് പിന്നെ ഇല്ലല്ലദീന താബൂ, അല്ലാഹുരൊട്ടിಗೆ തൗബാക്കിയതായ ആൾമാർ വിട്ടുത്തു. മിൻ ബഅദി ദാലിക, അങ്ങ കുഫ്റുക്ക് പോയിട്ടും അല്ലാഹുരൊട്ടിಗೆ പശ്ചാത്താപ്പാക്കിട്ട് തൗബാക്കിട്ട് മടങ്ങിയാറ്. വഅസ്ലഹു, അങ്ങ് നന്നായാറുണ്ടായെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും അവന് ഗഫൂറുർ റഹീം ആയിത്തിക്കറ. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തെല്ലാണ് ഓതിയത്. എത്ര ജാഗല് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശിർക്കിരെ കാഠിന്യ, ശിർക്കിരെ ഉപമ, തൗഹീദിരെ പ്രാധാന്യ. വിശുദ്ധ ഖുർആൻ എത്ര ജാഗലൈത്തിക്കറ് ചെല്ലുന്നത്. ഖുർആനൊക്കെ ഒന്ന് നിങ്ങൾ മടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് തുറന്നിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ അധ്യായ സൂറത്ത് ഫാത്തിഹ പിടിച്ചിട്ട് രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറ, ബഖറരെ 17 18 10 20 171 275 264 265 അതേപോലെ 261 ആയത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു തആല ശിർക്കിലെ ഗൗരവ, അതേപോലെ ശിർക്കിലെ മരിച്ചെങ്കില് അത് എത്ര വലിയ കാഠിന്യമായി തിക്കറ്, അവന്റെ ഉദാഹരണം എപ്രകാരമായി തിക്കറിച്ചെന്ന് അല്ലാഹു വ്യക്തമാക്കുന്നതായിട്ട് കാണ്ട്. എത്ര അധ്യായ, മൂന്നാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാൻ നോക്കുന്നുണ്ടെങ്കിലും, സൂറത്ത് നിസാ നോക്കുന്നുണ്ടെങ്കിലും, 18ാമത്തെ അധ്യായ സൂറത്ത് കഹ്ഫ് 54ാമത്തെ ആയത്ത് നോക്കുന്നുണ്ടെങ്കിലും, ഇസ്രായിലെ 89ാമത്തെ ആയത്ത് നോക്കുന്നുണ്ടെങ്കിലും, അതേപോലെ 16ാമത്തെ അധ്യായ സൂറത്ത് നഹ്ലിലെ 75ാമത്തെ ആയത്ത് നോക്കുന്നുണ്ടെങ്കിലും, 30ാമത്തെ അധ്യായ സൂറത്ത് റൂമിലെ 28ാമത്തെ ആയത്ത് നോക്കുന്നുണ്ടെങ്കിലും,
13-ാമത്തെ അധ്യായ സൂറത്ത് റഅദിലെ 14-ാമത്തെ ആയത്ത് നോക്കണെങ്കിലും 22-ാമത്തെ അധ്യായ സൂറത്ത് ഹജ്ജിലെ 73-74-ാമത്തെ ആയത്ത് നോക്കണെങ്കിലും 14-ാമത്തെ അധ്യായ സൂറത്ത് ഇബ്രാഹിമിലെ 24-26-ാമത്തെ ആയത്ത് നോക്കണെങ്കിലും 41-ാമത്തെ അധ്യായ സൂറത്ത് ഹുജറാത്തിലെ 12-ാമത്തെ ആയത്ത് നോക്കണെങ്കിലും 48-ാമത്തെ അധ്യായ സൂറത്ത് ഫത്ഹിലെ 21-ാമത്തെ ആയത്ത് നോക്കണെങ്കിലും അഅറാഫിലെ 7-ാമത്തെ അധ്യായ 175-177-ാമത്തെ ആയത്ത് 19-ാമത്തെ അധ്യായ സൂറത്ത് മറിയം, അതേപോലെ സൂറത്ത് അംബിയ, ഇങ്ങനെ ധാരാളമായിട്ടുള്ളതായ അധ്യായത്തില്, അതേപോലെ ഒരേ അധ്യായത്തിൽ ആവർത്തിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ് എന്തായിത്തിക്കറ്, ഷിർക്ക് എന്തായിത്തിക്കറ്, ഷിർക്കിരെ കാഠിന്യം എത്രത്തോളം ഉണ്ട് ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാടി തണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, ചില ആൾമാര് ചെല്ലുന്നത് നിങ്ങളെ കുടുംബത്തിലിക്കുവാർ, നിങ്ങളെ ചങ്ങായിമാരിലിക്കുവാർ, നിങ്ങളുമായിട്ട് ബന്ധമുള്ളതായ ആൾമാരിലിക്കുവാർ ഈ തൗഹീദിന്റെ വിഷയം ചൊല്ലുമ്പത്തുകു, ഷിർക്കിന്റെ വിഷയം ചൊല്ലുമ്പത്തുകു അങ്ങ ചെല്ലുന്നതായ ഒരു ഫലക്കൊണ്ട് എപ്പ നോക്കിയെങ്കിലും നിന്റെ വായിൽ ഇതേ അയച്ചിക്കറ്, എപ്പ നോക്കിയെങ്കിലും നിന്റെ നാവിൽ ഇതേ അയച്ചിക്കറ്. വേറൊരു വിഷയം എനിക്ക് പലക്ക് പറയുകയില്ലേ, വേറൊരു വിഷയം എനിക്ക് ചർച്ചയാക്കുകയില്ലേ. ഇങ്ങനെയുള്ള ദുനിയാവിൽ ആയോണ്ടുണ്ടോ, അമേരിക്കച്ച് ഇങ്ങനെ ആയോണ്ടുണ്ടോ, അതേപോലെ ഫലസ്തീനിൽ ഇങ്ങനെ ആയോണ്ടുണ്ടോ, ദുനിയാവിലെ നാനാ ഭാഗത്തിൽ ഇങ്ങനെ ആയോണ്ടുണ്ടോ, ഇന്ത്യത്തിലെ പല ഭാഗത്തിലും ഇങ്ങനെ ആയോണ്ടുണ്ടോ. ഇതെല്ലാം ഇക്കുമ്പത്തുകോ നിന്റെ എന്ത് തൗഹീദ് ഐത്തിക്കറ്, എന്ത് ശിർക്ക് ഐത്തിക്കറ് ചെന്ന് ഇതിനെ നിസ്സാരമായിട്ട് കണ്ടതായ ആൾമാർ എത്ര ഗൗരവമായിട്ട് ചിന്തിക്കണ വിഷയത്തിക്കറ്. ലോകത്ത് വന്നതായ എല്ലാ പ്രവാചകന്മാരും, ലോകത്ത് വന്നതായ എല്ലാ റസൂലുമാരും അങ്ങനെ ഉമ്മത്തുക്ക് ഒന്നാമത് എച്ചരിക്ക കൊടുത്തത് ഈ ശിർക്കിന്റെ വിഷയത്തിലല്ലേ, തൗഹീദിന്റെ പ്രാധാന്യല്ലേ. ശുദ്ധ ഖുർആൻ അത് എത്ര ജാഗലിച്ചൻ. അല്ലാഹു സുബ്ഹാനഹു തആല 16-ാമത്തെ അധ്യായ സൂറത്ത് നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു ചെന്ന വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, ഞങ്ങ പ്രതി ഉമ്മത്തുകും സമുദായത്തുകും റസൂലരെ കടത്തിര. എന്തൈത്തിക്ര റസൂലരെ ജവാബ്ദാരി, എന്തൈത്തിക്ര റസൂലരെ ദൗത്യ അല്ലാഹുഗു മാത്ര ആരാധിക്കണോ, അല്ലാഹുഗു മാത്ര ഇബാദത്ത് എടുക്കണോ, അല്ലാഹുരെ മാത്ര വിളിച്ചിട്ട് തേടണോ, അല്ലാഹുരെ മാത്ര തവക്കുലാക്കണോ, അല്ലാഹുരെ മേൽ മാത്ര ബലിദാനാക്കണോ, അല്ലാഹുരെ പേരിൽ മാത്ര നേർച്ചയാക്കണോ, അല്ലാഹുരെ മാത്ര മധ്യവർത്തിയാക്കണോ. ഇതായിത്തിക്കറ ഇബാദത്ത്. മൂലാക്കന്മാർ ചെല്ലുന്നത് അവിടെ ഇസ്തിഗാസാക്കു തീരച്ചന്ത് എവിടെ ഉള്ളേ, നേർച്ചയാക്കു തീരച്ചന്ത് എവിടെ ഉള്ളേ. ഇബാദത്തിന്റെ വിഷയല്ലേ ചെന്നേ, ആരാധനയുടെ വിഷയല്ലേ ചെന്നേ. അല്ലാഹുഗു മാത്ര ആരാധിക്കണോ, അല്ലാഹുരൊട്ടിಗೆ തേടുறது ദുആരക്കുന്നത് ഇബാദത്തല്ലേ, ആരാധനല്ലേ. നേർച്ച ചെല്ലുന്നത് ഇബാദത്തല്ലേ, സഹായ കേൾക്കുന്നത് ഇബാദത്തല്ലേ, തവക്കുലാക്കുന്നത് ഇബാദത്തല്ലേ. എല്ലാ കാര്യത്തിലെയും അല്ലാഹുരെ മേൽ ഏൽപ്പിക്കുന്നത് ഇബാദത്തല്ലേ. അതിനെ ബേരമേ ചൊല്ലണ എന്തു ബുദ്ധിശൂന്യമായിട്ടുള്ള ആൾമാർ എത്തിക്കാറ്. അല്ലാഹു ചെല്ലുന്നത് എല്ലാ ഉമ്മത്തിലും എല്ലാ ജനതയിലും ഞങ്ങൾ റസൂലരെ കടത്തിര. ആ റസൂലരെ ഡ്യൂട്ടി എന്തായിച്ചിക്കറ്, അനിഅബ്ദുല്ലാഹ്, അല്ലാഹുഗു മാത്ര ഇബാദത്ത് എടുക്കൂ. വജ്തനിബു താഗൂത്ത്, താഗൂത്തിനെ വിട്ടുപിടണോ. എന്തായിച്ചിക്കറ് താഗൂത്ത്. ഇവിടെ താഗൂത്ത് ചൊല്ലുമ്പത്തുകോ ഇവിടെ ആൾമാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് വിഗ്രഹമായിത്തിക്കറ്. അമുസ്ലിമീങ്ങളായിട്ടുള്ളതായ ആൾമാര്
ആരാധിക്കുന്നതായ പൂജിക്കുന്നതായ വിഗ്രഹത്തിന്റെ വിഷയത്തിൽ മാത്രം എത്തിക്കറേ അത് മാത്രമാ താഗൂത്തിൽ ഉൾപ്പെടുന്നത്. ആയത്തിലെ വ്യാഖ്യാനം അങ്ങ് നോക്കിയിട്ടെങ്കില് മഹാന്മാരായ മുഫസ്സിരീങ്ങ ഞങ്ങളെ തഫ്സീറില് വ്യക്തമാക്കാറ് താഗൂത്ത് ചെന്നെങ്കിൽ എന്താ എത്തിക്കറ് ഫകുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ് അല്ലാഹുരെ കൂടാണ്ട് ആരാധിക്കുന്നതായ ഇബാദത്തെടുക്കുന്നതായ എന്തായെങ്കിലും അത് താഗൂത്ത് എത്തിക്കറ്. വറളിയ ബിൽ ഇബാദത്തി മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ ഫീ ഗൈരി തആത്തില്ലാഹി വറസൂലിഹി അല്ലാഹുരെയും അവന്റെ റസൂലുരെയും അനുസരിക്കുന്നത് വിട്ടുത്തോ അല്ലാഹുരെയും അവന്റെ റസൂലുരെയും അനുസരിക്കുന്നത് വിട്ടുത്തോ താഗൂത്തുക ഇബാദത്തെടുക്കരേ അല്ലാഹു അല്ലാത്തക്ക് ഇബാദത്തെടുക്കരേ അങ്ങളെ പിന്തുണക്കരുത് അങ്ങളെ ഇത്തിബാ ചെയ്യരുത് ചെന്നെങ്കില് എല്ലാ നിലക്കും അങ്ങ ചെല്ലുന്നത് അനുസരിക്കരുത് അല്ലാഹുരെ പലക്കത്തുക്ക് എതിരായിട്ട് റസൂലിന്റെ പലക്കത്തുക്ക് എതിരായിട്ട് അങ്ങളെ അനുസരിക്കുന്നതും ഇത്തിബാ ചെയ്യരുതും എല്ലാം ഇബാദത്തിന്റെ ഗണത്തിലായിട്ടിക്കറ്. ഫകുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധിക്കുന്നതായ ഏതും താഗൂത്തിന്റെ ഗണത്തിലെത്തിക്കറ്. താഗൂത്തിനെ ആരാധിച്ചതുക്ക് സമമായിട്ടിക്കറ്. അപ്പൊ ചില ആൾമാർ ചൊല്ലുവാറ് ഇവിടെ പ്രസംഗിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ടേറ്റതായ ഔലിയാക്കന്മാരെ താഗൂത്തുകു സമാക്കിത്ത് ബദ്രീങ്ങളെ താഗൂത്തുകു സമാക്കിത്ത് മരിച്ചുപോയതായ മഹാന്മാരെ താഗൂത്തുകു സമാക്കിത്ത് അല്ല. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കൂ, അതല്ല. ആരാധിക്കറെങ്കില് ഇബാദത്ത് എടുക്കറെങ്കില് തീർച്ചയായിട്ടും താഗൂത്തുക ഇബാദത്തെടുത്തതുക്ക് സമമായി തിക്കറ്. അതൈത്തിക്കറ് ചെന്ന് അതൈത്തിക്കറൂടെ ചെന്നത് അതല്ലത് ഔലിയാക്കന്മാരെ നിസാരമാക്കിയതല്ല, മഹാന്മാരെ നിസാരമാക്കിയതല്ല. അങ്ങനെ നിസാരമാക്കുകയല്ല സലഫി ആദർശ അന്നും ഇന്നും എക്കാലത്തും പരിപാടിയത്. നിസാരമാക്കുന്നത് നിങ്ങായിത്തിക്കറ്. മാല മൗലൂദെല്ലാം നോക്കിയിട്ടെങ്കില് എത്ര എത്ര കട്ടുകഥയിത്തിക്കറ്. പച്ചക്ക് ഔലിയാക്കന്മാരെ നിസാരമാക്കുന്നതും തമാസാക്കുന്നതും ഡോങ്കിയാക്കുന്നതും പുച്ഛിക്കുന്നതും എത്ര എത്ര മാല പാട്ടുകളിൽ മൗലൂദിൽ കാണുക സാധ്യമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ ചിന്തിക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുക നിങ്ങൾ മടങ്ങൂ, തൗഹീദുക മടങ്ങൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തുക നിങ്ങൾ മടങ്ങൂ. ನಾನು ಅವಸಾನಿപ്പിக்கிறதுக்கு മുന്നലായിട്ട് ചെല്ലുകുള്ളത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ആൾമാരുള്ളാറ്. അതുക്ക് കൂട്ടമായിട്ട് ആൾമാർ രംഗപ്രവേശനാക്കുവാറ്. അതുക്ക് വേനായിട്ട് കച്ചക്കെട്ടിട്ട് പ്രവർത്തിക്കുന്നതായ ആൾമാരുള്ളാറ്. അങ്ങനെ നിങ്ങൾ സ്വർഗത്തുക്ക് നാളെ പാരത്രികമായ ലോകത്തിൽ ഹിസാബ് എളുപ്പമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗഭവനത്തുക്ക് കടക്കൊണു ചെന്തല്ല. അങ്ങ ഈ പൗരോഹിത്യത്തിലും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും നിങ്ങളെ ഉറപ്പിച്ചിട്ട് നിങ്ങളെ വിശ്വാസത്തിനെ കവർന്നെടുക്കുള്ളതെത്തിക്കര്. സലഫിരങ്ങളെ മദ്രസത്തുക്ക് പോവണ്ട, സലഫിരങ്ങളെ സ്കൂൾക്ക് പോവണ്ട. അങ്ങ ചെല്ലുന്നത് നിങ്ങൾ കേൾക്കണ്ട, അങ്ങനെ പ്രസംഗം നിങ്ങൾ ലൈവ് നോക്കണ്ട, അങ്ങ ചെല്ലുന്നത് ഒന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്ക് കേൾക്കറേണ്ടെങ്കില് ജണ്ട് കാതുകും കൈ വെച്ചിട്ട് നിങ്ങൾ ഇക്കോറു കേട്ടെങ്കില് നിങ്ങൾ പെട്ടുപോവാറ്. അത്രയും വലിയതായ വൈറസ് ആയിത്തിക്കറിച്ചെന്ത് എത്ര 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 മൊയിലാക്കന്മാരായിത്തിക്കാറ്. പാവപ്പെട്ട ആൾമാരെ വഞ്ചിക്കരുത്. കഴിഞ്ഞ നാളില് ഒരു 2-3 നാള് മുന്നോളു ഉപ്പളത്ത് വെച്ചിട്ട് മണ്ണം കുയിച്ചെല്ലതായ ജാഗൽ ഒരു മുഖാമുഖ ചെന്നിട്ടെങ്കില് മുഖാമുഖ നാട്ടകണ്ട് ചെല്ല ആരി നേതൃത്വം കൊടുക്കരുത് അലവി സഖാഫി. ഇത് മാത്രം ചെന്നാണ് നിന്റെ പ്രസംഗത്തിനാണ് നിപ്പാട്ട്. നിങ്ങൾ ശ്രദ്ധിക്കോ. ആ മുഖാമുഖത്തില് അങ്ങലതേ ഒരാള് പ്രശ്ന കേക്കറ അലവി സഖാഫിരൊട്ടിക്ക് എന്തായിത്തിക്കറ്. ഇപ്പോ ഏർത്തിലേറെ ജാഗല് നോക്കിയിട്ടെങ്കില്
ಸಲಫಿರಂಗಲ ಸ್ಕೂಲ್ ಉಂಡು. ಆ ಸಲಫಿರಂಗಲ ಸ್ಕೂಲ್ಗೂ സുന്നിരങ്ങള മക്ക പോണ്ടാറ് കടത്തിറാറ് പേരൻസുമാര്. സലഫിരങ്ങളെ മദ്രസത്തില് എത്രമാ സുന്നിരങ്ങളെ മക്ക പഠിക്കാറ്. സുന്നി ചെന്നിട്ടെങ്കില് അങ്ങ വിശ്വസിച്ചതായ സുന്നി. അതുകൊണ്ടു എന്താക്കരുത്, ഇതിക്ക് എന്തൈത്തിക്കരുവേ, ഇതിക്ക് എന്തൈത്തിക്കരു മാർഗ ചെന്ന് കേട്ടതായ സന്ദർഭത്തില് അയാള് ചെന്നതായ വിഷയം നിങ്ങൾ നോക്കൂ. എന്തൈത്തിക്കര് ಅದಕ್ಕೆ ಅಯಾಳು ಚೆಲ್ಲದು ವೆರಿ ಡೇಂಜರ್ ಐತಿಕರೆ, ಡೇಂಜರ್ ಕಾಟಿ ಡೇಂಜರ್ ಐತಿಕರೆ. ಒರ್ಕಲು ನಿಂಗ ಕಡತೊಗುತ್ತೀರಾ, ಒರ್ಕಲು ಮಂಗಲ ಮದ್ರಸಕ್ಕೆ ಸ್ಕೂಲ್ಗೂ ನಿಂಗ ಕಡತೊಗುತ್ತೀರಾ. ಎಂದೇ ಇಂಕಿತ್ತರೆ പേടി, എന്തേ ഇങ്കിത്തര പേടി. ഏതെങ്കിലും ഒരു സലഫിരവണോ ഇങ്ങളെ ഔത്തുക്ക് പോയിട്ട് മക്കളെ വലിച്ചോണ്ട് സ്കൂൾക്ക് വന്നറാണ്, മദ്രസത്തുക്ക് വന്നറാണ്? ഇല്ല. പാവപ്പെട്ട ആൾമാർ ചിന്തിക്കൊക്കെ തുടങ്ങിയാറ്. കാരണ സലഫിരങ്ങളെ മദ്രസക്ക് കടത്തിയണ്ടെങ്കില്, സ്കൂൾക്ക് കടത്തിയണ്ടെങ്കില് അള്ളാഹുരെ വിശുദ്ധമായ ഖുർആനെങ്കിലും പഠിക്കുവാറ്, മനസ്സിലാക്കുവാറ്, ദൈനംദിനമായിട്ടുള്ളതായ ദിക്ർ പ്രാർത്ഥന ആക്കാറ്. അങ്ങനെ സ്വഭാവം നന്നാവും. കൃത്യമായിട്ട് 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുവാറ്, പള്ളിക്ക് പോവാറ്, ഉമ്മ ബാപ്പരെ അനുസരിക്കുവാറ്, കുടുംബത്തൊട്ടിക്ക് പിരിസയിക്കും ചെന്ന്. ആ പാവപ്പെട്ട ആൾമാർ മനസ്സിലാക്കിയ സബുലല്ലേ മദ്രസത്തുക്കും സലഫിരങ്ങളെ സ്കൂൾക്കും കടത്തത്. ഞങ്ങൾ ഔത്തുക്ക് പോയിട്ട് ബലിച്ചോണ്ട് വന്നതല്ലേ, ബലത്കാരാക്കിയതല്ലേ. ഇങ്ങ പേടിക്കുക തുടങ്ങിയാറ്. കാരണം എന്തിനെങ്കില് അങ്ങ ചെന്നത് സത്യത്തിക്കറ് സലഫിരങ്ങളെ മദ്രസ നോക്കണെങ്കില് യാർച്ചിലാര മക്ക സുന്നി ചെല്റതായ ആ ഗ്രൂപ്പിൽ നിന്ന് ബന്ധ് പഠിக்கிறതൈത്തിക്കർ. ഞങ്ങൾക്ക് ദീനിറെ ഹക്കായ വിഷയ പഠിപ്പാട്ടിയുള്ള. എന്നിട്ട് ഈ അലവി സഖാഫി ചെല്றது ഒരിക്കലും നിങ്ങൾ കടുത്തൊകുത്തീറാ. ಅದಕ್ಕೊರ ಹದೀಸ್ ಓದ್ರಿ. ಇಬ್ನು ಮಾಜಾ ಉദ്ധರಿக்கிற ಹದೀಸ್. ಅಯಾಲ್ಗೆ ಹದೀಸ್ರ ಉಸೂಲ್ ಎಪಿಡಿಲ್ಲ. ಕಾರಣ ಆ ಹದೀಸ್ ಸಹೀ ಅಲ್ಲ, ಲೈಫ್ ಐತಿಕರೆ, ಮೌಲು ಐತಿಕರೆ, ಚಂದ ಐತಿಕರೆ. ಯಾರು ಚಿಲಾರ ಆಲ್ಮಾರು ಚೆನ್ನದೆ ಅದರ ಸನದ ದುರ್ಬಲಂ ಐತಿಕರೆ, ಅದರ ಮತ್ತಿನ ಮುಂಕರ ಐತಿಕರೆ. ಎಂದೈತಿಕರೆ ಹದೀಸ್ ಓದ್ರದು അല്ലാഹു സുബ്ഹാനഹു തആല ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തുകാരന്റെ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. സൗമൻ, അവന്റെ നോമ്പും അല്ലാഹു സ്വീകരിക്കില്ല. വലാ സലാത്തൻ, അവന്റെ നിസ്കാരത്തിനെയും അല്ലാഹു സ്വീകരിക്കില്ല. അതേപോലെ അവന്റെ സദഖയും അല്ലാഹു സ്വീകരിക്കില്ല. വലാ ഹജ്ജൻ വലാ ഉംറതൻ, അവന്റെ ഹജ്ജും അവന്റെ ഉംറയും അല്ലാഹു സ്വീകരിക്കില്ല. വലാ ജിഹാദൻ, അവന്റെ ജിഹാദും അല്ലാഹു സ്വീകരിക്കില്ല. വലാ സർഫൻ വലാ അദ്ലൻ, അവന്റെ ഫർളായ കാര്യവും സുന്നത്തായ കാര്യവും ഒന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല ചെന്ന് ഈ ഹദീസ് ഓതിട്ട് അയാള് മനുഷ്യന്മാരെ കവളിപ്പിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചെങ്കിലും അയ്യാവും. യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണുക സാധ്യവും. ഇവിടെ ആരായിത്തിക്കാറ് ബിദ്അത്തിന് ആൾമാർ സലഫിരംഗമാ. എന്തേ ബിദ്അത്താക്കിയവന്റെ ഹുക്കും എന്തായിത്തിക്കറ് സഹോദരന്മാരെ? നരകല്ലേ. അതിൽ ആർക്കും തർക്കമുണ്ടോ? എല്ലാ ബിദ്അത്തും പുതിയതായിത്തിക്കറ്, എല്ലാ ബിദ്അത്തും പുത്തനാചാരമായിത്തിക്കറ്. വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ദലാലത്തിലായിത്തിക്കറ്, എല്ലാ ദലാലത്തും നരകത്തിലായിത്തിക്കറ്. ബിദ്അത്താക്കിയവന് നരകത്തിലല്ലേ? നാളെ പരലോകത്തിൽ ഖബറിലാവട്ടെ, പരലോകത്തിലാവട്ടെ, അള്ളാഹുരെ കോർട്ടിലാവട്ടെ. എന്തേ നീന് മൗലൂദാക്കാത്തെ? എന്തേ നീന് റാത്തീബാക്കാത്തെ? എന്തേ നീന് കുത്തുബിയത്താക്കാത്തെ? എന്തേ നീന് ഉറൂസുക്ക് പോവാത്തെ? എന്തേ നീന് ആണ്ട് നേർച്ച ആക്കാത്തത്? എന്തേ നീ ഔലിയാക്കന്മാരെ വിളിച്ചിട്ട് കേൾക്കാത്തത്? അങ്ങനെ മധ്യവർത്തി ആക്കാത്തത് ചെന്നുള്ളതായ ഒരേ ഒരു ചോദ്യ നാളെ പരലോകത്തിൽ ഉണ്ടു ചെന്ന് ആർക്കെങ്കിലും ചൊല്ലുക സാധ്യമുണ്ടാ? പിന്നെ എങ്ങനെ ഇതാക്കാത്ത ആൾമാർ മുബ്തദിയൗടെ എന്ത് പൊട്ടത്തരമായിത്തിക്കറ്, എന്ത് വിവരമില്ലാത്തതായ ഒരു മറുപടി ആയിത്തിക്കറ അയാൾ കൊടുത്തത്. കാരണം ഇങ്ങ ആൾമാരെ തെറ്റിദ്ധരിപ്പിക്കൂ. ഇതുപോലെയുള്ളതായ പൊയച്ചല്ലാതെ വേറെന്തുമില്ല. ഇവിടെ സമൂഹം മനസ്സിലാക്കര്. സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടമായിത്തിക്കറ്. ധാരാളം പ്രസംഗങ്ങളും ക്ലാസ്സുകളും ദൈനംദിനമായിട്ട് സോഷ്യൽ മീഡിയയില് നിരന്തരമായിട്ട് വൈറലായോണ്ടിക്കറ്. ആൾമാർക്ക് അല്ലാഹു ബുദ്ധി കൊടുത്തറ. അങ്ങ ചിന്തിക്കാറ് എന്തായിത്തിക്കറ് ബിദ്അത്ത്, എന്തായിത്തിക്കറ് ദലാലത്ത്, ആറായിത്തിക്കറൂടെ ബിദ്അത്ത് ആയിക്കൊണ്ടുള്ളേ, ആറായിത്തിക്കറ് ഇസ്ലാമിന്റെ പേരില്
നാളിലും പുതിയതായ പുതിയ ആചാരങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ടുള്ളത്. സലാത്ത് ഹൽക്കര പേരില്, ദിക്ർ ഹൽക്കര പേരില്, ആ മജ്ലിസ് ഈ മജ്ലിസ് ഓൺലൈൻ മജ്ലിസ് ചന്ತೆ ആൽമാരെ തട്ടിപ്പാക്കരുത്. ആരായിത്തിക്കരെ ഓൺലൈൻ മജ്ലിസ് ആക്കിയിട്ട് എത്രമാ കോടിക്കണക്കിന് വില ഉള്ളതായ അകകെട്ടുപാട്ടിത്തെ ആൽമാരെ വിശ്വാസത്തിന് കവർന്നടിക്കരുത്. ആറ് ചന്ತೆ ഇവിടെ പാവപ്പെട്ട ആൾമാർ ചിന്തിക്കാറ്. അതുകൊണ്ട് ഇങ്ങനത്തെ ബഡായി എന്തോ ഈ കാലഘട്ടത്തിൽ നടക്കല ചന്ತೆ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തരെ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗത്തിനാണ് അവസാനിപ്പിക്കരെ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കറു. ഈ വൾച്ചല് 2003 ഖത്തീബായിട്ട് ഞാൻ പണിയെടുത്തിരെ, ജോലി എടുത്തിരെ. അതേപോലെ ഇതിന്റെ മേലുള്ളതായ വൾച്ചൽ പദവിലും ನಾನು ಖತೀಬಾയിട്ട് ജോലി എടുത്തിരെ, പണിയെടുത്തിരെ. ധാരാളം ആൾമാര് ഭക്ഷണം തന്നരാറ്. അതുകൊണ്ടു അങ്ക് ഒന്നും കൂടി നന്ദി ചെന്നിട്ട് അള്ളാഹുരൊട്ടിಗೆ പ്രാർത്ഥിക്കരെ. പടച്ച റബ്ബേ, അങ്ക് നീ ഹിദായത്തിന് വെളിച്ചത്തിന് നീ കൊടു റബ്ബേ, ഹിദായത്തിന് നീ തുറന്നു കൊടു റബ്ബേ. ദീനരെ ഹക്കായ നിലക്ക് മനസ്സിലാക്കുള്ളതായ തൗഫീഖ് അള്ളാഹുവെ നീ കൊടുത്തു അനുഗ്രഹിക്ക റബ്ബേ. അന്ധകാരത്തിൽ, അന്ധവിശ്വാസത്തിൽ, അനാചാരത്തിൽ, അക്രമത്തിൽ മുങ്ങിക്കുളിച്ചതായ ആൾമാർക്ക് ഞങ്ങളെ സഹോദരിമാർ, ഞങ്ങളെ ഹിരിയായങ്ങ ധാരാളമായിട്ടുള്ളതായ ആൾമാർ അള്ളാഹുവെ അങ്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ യഥാർത്ഥമായിട്ടുള്ളതായ സന്ദേശം എന്തായി കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയുള്ളതായ തൗഫീക്ക് നീ കൊടുത്തു അനുഗ്രഹിക്ക റബ്ബേ. ഈ പ്രോഗ്രാമും സഹകരിച്ച എല്ലാ ആൾമാർക്കും അള്ളാഹു തക്കതായ പ്രതിഫല കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ എന്ന് കേരളത്തിലെ അകത്തും പുറത്തും അറിയപ്പെട്ടതായ പ്രഭാഷകൻ പണ്ഡിതൻ മൗലവി അഹമ്മദ് അനസ് നിങ്ങളൊട്ടിಗೆ പ്രസംഗിക്കര്. എല്ലാം നിങ്ങൾ കേൾക്കോರು, ശ്രദ്ധിക്കോರು. എത്രമാ മുഖാമുഖത്തുക, എത്രമാ വാദ പ്രതിവാദത്തുക, എത്രമാ ಖಂಡನ ಮಂಡನೆಗೆ നേതൃത്വം വഹിച്ചതായ പണ്ഡിതനെ ചിക്കര്. അതുകൊണ്ടു നിങ്ങൾക്ക് കേൾക്ക, മനസ്സിലാക്ക. യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ടുള്ളതായ വാദപ്രതിവാദ, ധാരാളമായിട്ടുള്ളതായ മുഖാമുഖങ്ങൾ നേതൃത്വം വഹിച്ചതായിട്ട് നിങ്ങൾക്ക് കാണുക സാധ്യമാവും. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്കായ നിലക്ക് മനസ്സിലാക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.